അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ ഒന്ന്. അപ്പോൾ എല്ലാ ഭാഗത്തും മഴയൊക്കെ പെയ്ത് തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നല്ല മഴ കേട്ടോ പെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ഈവനിങ് വ്ളോഗ് ആക്കിയിട്ട് എടുക്കാമെന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാലും ഞാൻ എഴുതുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയൊരു ടൈമാണ് കേട്ടോ ഈ ഒരു നേരം. അപ്പോൾ അവർ വരുമ്പോഴേക്കും ചായ ഉണ്ടാക്കണം, അവർക്ക് അതിനുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കണം. പക്ഷേ ഞാൻ അധികവും പലഹാരമൊന്നും ഉണ്ടാക്കാറില്ല. കുറേ ദിവസമായി ഇപ്പോൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ആദ്യം തന്നെ ചായക്ക് വേണ്ടിയിട്ട് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ തിളക്കുന്ന സമയത്ത് നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കടികളൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ടിപ്പോൾ എനിക്ക് ഹെൽത്തൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ വല്ലാണ്ട് സ്നാക്സ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായപ്പൊടിയിൽ ഞാനിങ്ങനെ ഏലക്ക പൊടിച്ചിട്ട് ഇടാറുണ്ടെന്ന്. അപ്പോൾ ഇതേ രീതിയിലാണ് കേട്ടോ ചെയ്യൽ. ഏലക്കയും കൂടി ഈ ഒരു ചായപ്പൊടിയിൽ പൊടിച്ചിട്ട് മിക്സാക്കിയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഏലക്ക ഇട്ട ചായയാണ് ഇഷ്ടം കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അവർക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി വന്നപ്പോൾ ഇതുപോലെ കുറച്ച് പലഹാരങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂട് പരിപ്പുവടയും അതുപോലെ ചൂട് സമൂസയും കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അധികം ഞാൻ ഉണ്ടാക്കാറുണ്ട് പലഹാരങ്ങളൊക്കെ, പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അവർക്ക് ഇത് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ കൊടുന്നപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വീട്ടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഈവനിങ്ങിൽ ഒരു 4:30 അവർക്ക് സ്കൂൾ വിടുക. ആ ടൈമിൽ ആയപ്പോഴേക്കും ഇതൊക്കെ തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് ടേബിളിൽ കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും ചായ കൊടുക്കാമല്ലോ. അപ്പോൾ ഇനി എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. നൈറ്റിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അവർ സ്കൂൾക്ക് പോയാൽ പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അധികം ഫുഡ് ഉണ്ടാക്കാറില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിശക്കുമ്പോൾ കഴിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അധികം ഈവനിങ്ങിലാണ് ഫുഡ് ഉണ്ടാക്കാറ്. കാരണം കുട്ടികൾ സ്കൂൾക്ക് പോയാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാവും, ഹസ്ബൻഡ് ജോലിക്ക് പോയാൽ അപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവർ 3 പേരും വൈകുന്നേരം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈകുന്നേരമാണ് ഫുഡൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ. അങ്ങനെ അധികം ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. രാത്രി ആയതുകൊണ്ട് വല്ലാണ്ടൊന്നും ആരും കഴിക്കില്ല. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ ചായയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഇത് ടേബിൾ മേലൊക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കട്ടെ. അപ്പോൾ ഇനി അവർക്കുള്ള ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവർ വന്നിട്ട് ഇത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ. അപ്പോൾ ഞാനിവിടെ നൈറ്റിക്ക് വേണ്ടിയിട്ട് വല്ലാണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. കറി ഉണ്ടാക്കിയാലൊന്നും ഇവിടെ ആരും വല്ലാണ്ട് കൂട്ടൂല. അതുകൊണ്ട് ഞാൻ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ചിക്കനൊന്ന് തലേന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഇൻഷാ അല്ലാ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യണ്ടേ. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചും കൂടെ ഉണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ ചിക്കന്. അപ്പോൾ അത് ഞാനൊന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീര ഉണ്ട് കേട്ടോ. അപ്പോൾ ചീര ഞാൻ 2 ഐറ്റം ചീര ഉണ്ടായിരുന്നു. ഒന്ന് ചുവപ്പ്, ഒരു പച്ച ചീര, കളറുള്ള ചീര കേട്ടോ. അപ്പോൾ അതിലേക്ക് ചുവപ്പ് ചീര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് കാണാനും, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് അരിഞ്ഞെടുത്ത് വാഷ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് ഞാൻ നല്ലപോലെ 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് കുക്ക് ചെയ്യാറ്. അപ്പോൾ ഇതുകൊണ്ടൊരു ചീരത്തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ കുട്ടികൾ അധികം വീഡിയോയിലൊന്നും നിൽക്കില്ല കേട്ടോ. മോൾ കുറച്ച് പിന്നെയും നിൽക്കും, പക്ഷെ മോൻ തീരെ നിൽക്കില്ല കേട്ടോ. ഒരു ഫോട്ടോ പോലും എടുക്കാൻ മോൻ നിൽക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവരൊക്കെ ചായ എടുക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ രണ്ടാളും സമ്മതിച്ചില്ല കേട്ടോ. ചില ടൈമിൽ അങ്ങനെയാണ്. അപ്പോൾ അവരൊക്കെ ചായ അടിച്ചു. അപ്പോൾ ഞാൻ കുടിക്കട്ടെ അരിച്ചിട്ടെന്ന്. അപ്പോൾ ഞാനൊരു പരിപ്പ് വടയും ഒരു ചായയും കഴിച്ചിട്ടോ. വല്ലാതെ സ്നാക്സൊന്നും ഇപ്പോൾ കഴിക്കാറില്ല. അപ്പോൾ ഞാൻ ഇനി ചായ കുടിക്കട്ടെ, എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരിപ്പ് വട തണുത്തതാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ചൂടോട് കൂടി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പരിപ്പ് വട. അപ്പോൾ ഞാനിനി ചീരത്തോരൻ വെക്കാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും അറിയാം ചീരത്തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ഞാനിങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് അതിലേക്ക് ഇങ്ങനെ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ തൂമിച്ചെടുത്തിട്ടാണ് പിന്നെ അതിലേക്ക് ചീര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ. ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കും.
എന്നിട്ട് എന്താ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചതച്ചെടുക്കും കേട്ടോ. തേങ്ങയും അതുപോലെ പച്ചമുളകും 2 വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചീരയിലെ വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ തേങ്ങ അതുപോലെയാണ് കേട്ടോ ഒന്ന് ചതച്ചെടുക്കാറുള്ളത്. അപ്പം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. ഓവർ തേങ്ങ ഇട്ടെടുത്താൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചീരയിലെ വെള്ളം ഏകദേശമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തേങ്ങ ഒന്ന് ആഡാക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചീരത്തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കനെ ഞാനൊന്ന് ഫ്രിഡ്ജിൽ നിന്നൊരു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ രാത്രിക്കുള്ള ചോറ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു ചീരത്തോരനും ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കിയെന്നുള്ളൂ. പിന്നെ എല്ലാ നൈറ്റും വ്യത്യസ്തമാവും കേട്ടോ. ചിലപ്പോൾ ഒരു ദിവസം ചപ്പാത്തി ആയിരിക്കും, ചിലപ്പോൾ ചോറായിരിക്കും, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ജ്യൂസോ കുടിച്ചിട്ട് അത്ര അങ്ങനെയൊക്കെ കഴിക്കാറുള്ളൂ. നൈറ്റ് ആയതുകൊണ്ട് വല്ലാണ്ടൊന്നും ഫുഡ് കഴിക്കാറില്ല. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് ചോറ് മാറ്റി വെക്കും കേട്ടോ. കാരണം അവർ ഉച്ചയ്ക്ക് ഒരു ഇത്തിരി ചോറല്ലേ സ്കൂളിൽ നിന്ന് കഴിക്കുന്നുള്ളൂ. പിന്നെ വൈകുന്നേരം വന്ന് എന്തെങ്കിലും കഴിച്ചെങ്കിലായി. അപ്പോൾ ഞാൻ അവർക്ക് ചോറ് മാറ്റി വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആണ്. പക്ഷെ മോന് കുറച്ച് മടിയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചോറ് അവനക്ക് വാരി കൊടുക്കലാണ് ചെയ്യാറ്. മോള് പിന്നെ അങ്ങനെ ഇരുന്ന് കഴിച്ചോളും. അപ്പോൾ അതുപോലെ അവനക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇഷ്ടമില്ല. അതുപോലെ ഫിഷ് തീരെ കൂട്ടൂല മോന്. അങ്ങനെ ചിക്കനൊക്കെ ആണെങ്കിൽ ചിക്കൻ പിന്നെ എങ്ങനെ വെച്ച് കൊടുത്താലും അവൻ കഴിക്കും. പക്ഷെ അധികം ഇവിടെ ചിക്കനൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. നമ്മൾ അധികം വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫിഷൊക്കെ നല്ല ഫിഷാണെങ്കിൽ വാങ്ങിക്കും, കഴിക്കും, അത്രേ ഉള്ളൂ. അതുപോലെ ബീഫൊന്നും നമ്മൾ വല്ലാണ്ട് കഴിക്കലില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കഴിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈയും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈയിൽ ഞാൻ ഒട്ടും കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ സാധാ മസാലപ്പൊടി മാത്രം ചേർത്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ഒരിക്കൽ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇതുപോലെ ചെയ്തെടുത്താൽ അപ്പോൾ ചിക്കൻ ഫ്രൈ റെഡിയായി ഇവിടെ. അപ്പോൾ നല്ല മുരിമുരായിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചീരത്തോരനും അതുപോലെ ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഈവനിങ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ലൊരു റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു വ്ളോഗ് വീഡിയോ ആയിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും.